പ്രത്യേകം പറയണേ. ഹലോ ഗൈസ്, അപ്പം ഇന്നിപ്പോ ഒരു ഹൗസ് വാമിങ്ങിന് പോവുക കേട്ടോ. പൊരേ കൂടല് അല്ലെ വീട്ടിൽ കൂടല്. എനിക്ക് വീട്ടിൽ കൂടല് എന്ന് പറയാൻ പേടിച്ചിട്ടാ ഞാൻ ഹൗസ് വാമിങ് എന്ന് പറഞ്ഞു അതെ. അപ്പം അതിപ്പോ എല്ലാം ഞങ്ങള് കൊയിലാണ്ടിക്കല്ലേ പോക്ക്. ഇന്നിപ്പോ ഞങ്ങള് നേരെ എന്റെ അമ്മേന്റെ നാട്ടില്, സജീഷേട്ടന്റെ അമ്മേന്റെ നാട്ടില്, അതായത് സജീഷേട്ടന്റെ മാമന്റെ മോളെ വീട്ടിൽ കൂടലാട്ടോ. അപ്പൊ നമ്മളെ കുഞ്ഞുമക്കളെ ചോദിക്കും. അപ്പൊ രണ്ടുപേർക്കും USS LSS മസ്റ്റാണ്. ക്ലാസ് പോവാതിരിക്കാൻ പറ്റൂല. കാരണം ഈ വ്യാഴാഴ്ച പരീക്ഷയാണ്. അപ്പൊ ഒരു ഉത്സവ പറമ്പിലോട്ട് പോലും കൊണ്ടുപോകരുത്, ഇത്രയും പഠിക്കണം എന്ന് സാറ് പറഞ്ഞു കിട്ടോ. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആക്കിയിട്ടാണ് ഓല്. അങ്ങനെ സാറന്മാര് വന്നിട്ട് എടുക്കുന്ന ക്ലാസ്സിന് നമ്മള് പറഞ്ഞയക്കാതിരിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഒരു രണ്ടാളും ഇല്ലാത്തത്. അപ്പൊ എന്താ പറയാ, ഇത് വർക്കാട്ടിരിക്ക് അടുത്താണ്. വടകര വർക്കാട്ടിരിക്ക് അടുത്താണ്. കുറിഞ്ഞാലോട് എന്ന് പറയും. വളരെ ഒരു ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ്. എനിക്കെപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് എന്താ പറയാ, നമുക്ക് ശരിക്കും ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതാണ്. കുറെ കാലം അങ്ങനെ വരാറില്ല. ഇപ്പൊ അമ്മയൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ നമ്മള് അങ്ങ് പോയി. പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി. പിന്നെ പേരാമ്പ്രയ്ക്ക് മാറി. അപ്പൊ അങ്ങനെ കുറേയായി അങ്ങനെ വരുത്തും പോക്കലൊക്കെ വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ എന്തോ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ എല്ലാരും ഉണ്ടാവും, അവരൊക്കെ ഒന്ന് കാണാലോ. കുറെ കാണാം. പിന്നെ അച്ഛനും അമ്മയും അങ്ങനത്തെ ഒന്നുമില്ല, ഞങ്ങൾക്ക് രണ്ടാക്കുന്നുള്ളത് ഓൾറെഡി അറിയാലോ. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരെയും കാണാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളെ വൈകുന്നേരം പിന്നെ ഇന്ന് മക്കൾക്ക് സന്തോഷമായിരിക്കും കേട്ടോ. കാരണം ഏച്ചി വരുന്നുണ്ട്. ഇതിപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ സജീഷേട്ടൻ്റെ അമ്മേൻ്റെ ഏച്ചിക്ക് സജിന, അതായത് സജീഷേട്ടൻ്റെ പെങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഞാൻ ആരാണെന്ന്. ഇവർ പത്തനംതിട്ടയായിരുന്നേ അമ്മേൻ്റെ ചേച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം മാമൻ്റെ മോളെ പൊരേക്കൂടൽ, അതായത് വീട്ടിൽക്കൂടൽ ഇതുകൊണ്ട് വന്നതാട്ടോ. പിന്നെ ചെറിയൊരു ഓർമ്മക്കുറവും കാര്യമൊക്കെ ഉണ്ട്. പറഞ്ഞ അപ്പം തന്നെ മറന്നു പോകും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ ഒത്തുകൂടുന്ന സമയത്തെ എല്ലാവരും ഒന്ന് കാണാൻ പറ്റലുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പ് സജീഷേട്ടൻ്റെ അമ്മേൻ്റെ ചേച്ചീനെയും അനിയത്തീനെയും അമ്മായിനെയും ഒക്കെ കാണാം. ഇതുവരെ കണ്ടില്ലല്ലോ കുറേ കുടുംബക്കാരെയൊന്നും. അപ്പം അങ്ങനെ കാണാം കേട്ടോ എല്ലാവരെയും. പ്രത്യേകം പറയണേ. ഇളയമ്മ, പെങ്ങള്, രണ്ടാമത്തെ പെങ്ങള്, പെങ്ങളമ്മ. ദൂരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതിനെ കൊണ്ട് തന്നെ ഈ അമ്മ ആരെയും കാണലില്ല കേട്ടോ. ശരിക്കും ഇവർ രണ്ടാളെയും കാണുമ്പോൾ സജീഷറിൻ്റെ അമ്മേനെ സജീഷറിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. എനിക്ക് തന്നെ സങ്കടം തോന്നുക കേട്ടോ കാണുമ്പോൾ. പിന്നെ ഇപ്പം സംസാരിച്ചത് സജീഷറിൻ്റെ പെങ്ങളെ ഭർത്താവാണ്. ഓലൊക്കെ ഞാൻ ഒരിക്കലും ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സജീഷറിൻ്റെ ഒറിജിനൽ അമ്മേൻ്റെ വീട്. അപ്പോൾ ഇവിടെ ആയിരുന്നു എല്ലാവരും. കുറേ കഥകളൊക്കെ ഞാൻ വരുന്ന വഴിക്ക് സജീഷയുടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്ന് താമസിക്കുന്നതും ഒക്കെ. വളരെ നേരത്തെ മരിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അതുകൊണ്ട് തന്നെ അമ്മമാരില്ലാത്തതിൻ്റെ ഒരു വിഷമം അത് എനിക്ക് ശരിക്കും മനസ്സിലാകുമല്ലോ. അപ്പോൾ സജീഷേട്ടൻ പറയുമ്പോൾ എനിക്ക് അത് മനസ്സിലാവും കേട്ടോ. പിന്നെ സജീഷേട്ടൻ്റെ ഏട്ടനും ഭാര്യ ഉണ്ടായിരുന്നേ. പിന്നെ മോനും ഉണ്ടായിരുന്നു. മോനെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പരിപാടിയിൽ കാണിച്ചില്ലേ, കുഞ്ഞുൻ്റെ സിദ്ധുവിൻ്റെ സ്കൂളിലാട്ടോ മോനും പഠിക്കുന്നത്. ഈ കുഞ്ഞു ഭാവി ആരതാണെന്ന് വെച്ചാൽ സജീഷേട്ടൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോളതാണ് കേട്ടോ. അപ്പോൾ അതിനെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവൻ ഇന്ന് ക്ലാസ്സിൽ, അവൻ 3ാം ക്ലാസ്സിലാണേ. പക്ഷേ കുഞ്ഞുനും സിദ്ധുവിനും LSS USS ഉണ്ട്. 4ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ വേണമല്ലോ. അപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ വാവേന കേട്ടോ കയ്യിൽ നിന്ന് താഴെ വെക്കാൻ തോന്നിയില്ലേ. തീരെ കനമൊന്നും ഇല്ലാതെ നല്ല രസമായിരുന്നു കേട്ടോ എടുത്ത്. ഞാൻ കുറേ നേരം എടുത്ത് എൻ്റെ കൂടെ തന്നെ നിന്നിട്ടോ പോകുന്നവരെ എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നേ വായി കൈയിട്ടിട്ട്. പിന്നെ ഇതാണ് കേട്ടോ സജീഷേട്ടൻ്റെ മാമി. 2 മാമിമാരാണുള്ളത്. ഇപ്പോൾ തറവാട്ടിലുള്ള മാമിയാട്ടോ ഇത്, ബേബി മാമി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നേ. സാധാ ചോറായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു എന്ന് മാത്രം. നമ്മൾ സദ്യാനോ എന്ന് ചോദിച്ചാൽ സദ്യയാണ്, സദ്യ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള രീതിയിൽ കേട്ടോ.
പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുക. കാരണം നമ്മളെ മക്കൾ വരുമ്പോഴത്തേക്കും വീട്ടിലെത്താന്നുള്ളൊരു പരിപാടിയില്ല കേട്ടോ. പിന്നെ ആ വയലറ്റ് ചുരിദാറിട്ടതാണ് സജീഷ് ഏട്ടൻ്റെ ഭാര്യ. ഇവരെല്ലാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതല്ല ഉണ്ട്, എല്ലാവരും ചിലപ്പം കണ്ടിട്ടുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.